ബ്രിട്ടീഷുകാർക്ക് ഒരിക്കലും തോൽപ്പിക്കാൻ കഴിയാത്തതുകൊണ്ട് ചരിത്രത്തിൽ നിന്ന് തന്നെ മായ്ച്ചു കളയാൻ ശ്രമിച്ച ഒരു ഇന്ത്യൻ രാജാവുണ്ട്. മഹാറാണ ബക്താവർ സിംഗ്. വർഷം 1857. പല നാട്ടുരാജാക്കന്മാരും തങ്ങളുടെ സിംഹാസനം സംരക്ഷിക്കാൻ ബ്രിട്ടീഷുകാരുമായി ഒത്തുതീർപ്പിന് തയ്യാറായപ്പോൾ മാൾവയിലെ ഒരു രാജാവ് തുറന്ന പോരാട്ടത്തിന് ഇറങ്ങിത്തിരിച്ചു. അതായിരുന്നു മഹാറാണ ബക്താവർ സിംഗ്. 1857 ജൂലൈയിൽ അദ്ദേഹം ഭോപ്പാവർ സൈനികത്താവളം ആക്രമിക്കുകയും അവിടെയുണ്ടായിരുന്ന ബ്രിട്ടീഷ് പതാക താഴെ ഇറക്കുകയും ചെയ്തു. ഈ ആക്രമണത്തിന്റെ ഞെട്ടലിൽ ബ്രിട്ടീഷ് ക്യാപ്റ്റൻ ഹച്ചിൻസൺ തന്റെ കുടുംബത്തോടൊപ്പം ഛാബുവിലേക്ക് പലായനം ചെയ്തു. മാൾവ ആർക്കും കീഴടങ്ങില്ല എന്ന സന്ദേശം അതോടെ വ്യക്തമായി. ഓഗസ്റ്റിൽ ഇൻഡോറിലെ തുക്കോജി റാവു ഹോൾക്കറുടെ സഹായത്തോടെ ബ്രിട്ടീഷുകാർ ഭോപ്പാവറിൽ തിരിച്ചെത്തി അധികാരം പിടിച്ചെടുത്തു. എന്നാൽ ഒക്ടോബർ 10 ബക്താവർ സിംഗ് തിരിച്ചടിച്ചു. വെറും 3 മണിക്കൂർ നീണ്ട യുദ്ധത്തിനൊടുവിൽ അദ്ദേഹം അവരെ വീണ്ടും പരാജയപ്പെടുത്തി. അവിടെയും അദ്ദേഹം നിർത്തിയില്ല. മാൻപൂർ, ഗുജ്രി, മണ്ഡലേശ്വർ തുടങ്ങിയ നിരവധി ബ്രിട്ടീഷ് സൈനിക പോസ്റ്റുകൾ അദ്ദേഹം ആക്രമിച്ചു. ഓരോ തവണയും ബക്താവർ സിംഗ് ജയിച്ചു. ബ്രിട്ടീഷുകാർക്ക് അവിടം വിട്ട് ഓടേണ്ടി വന്നു. ബക്താവർ സിംഗിന്റെ തുടർച്ചയായ വിജയങ്ങൾ ബ്രിട്ടീഷ് സൈന്യത്തിനിടയിൽ വലിയ ഭീതി പരത്തി. അദ്ദേഹം സ്വതന്ത്രനായിരിക്കുന്നിടത്തോളം കാലം മാൾവ പിടിച്ചെടുക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ ബ്രിട്ടീഷുകാർ ഒക്ടോബർ 31 ധാർ കോട്ട ആക്രമിച്ചു. ഡിസംബർ 5 കേണൽ ഡ്യുറാൻഡ് അംജേര ആക്രമിക്കാൻ പദ്ധതി. എന്നാൽ ഭയം കാരണം പല ബ്രിട്ടീഷ് സൈനികരും യുദ്ധക്കളം വിട്ടോടി. നേരിട്ടുള്ള യുദ്ധത്തിൽ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് തിരിച്ചറിഞ്ഞ ബ്രിട്ടീഷുകാർ ചതിപ്രയോഗം നടത്തി. പ്രാദേശിക ജന്മികളെ കൈക്കൂലി കൊടുത്ത് വശത്താക്കിയ അവർ സമാധാന കരാറിനെന്ന പേരിൽ ബക്താവർ സിംഗിനെ ചർച്ചയ്ക്ക് വിളിച്ചു. 1857 നവംബർ 11 അദ്ദേഹം വഞ്ചിക്കപ്പെടുകയും അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. അവസാന നിമിഷങ്ങളിൽ അദ്ദേഹത്തെ രക്ഷിക്കാൻ രഘോഗഡിലെ താക്കൂർ ദൗലത് സിംഗ് മൗ താവളം ആക്രമിച്ചെങ്കിലും വിജയിച്ചില്ല. ബക്താവർ സിംഗിനെ മാൾവയിൽ പാർപ്പിക്കുന്നത് അപകടമാണെന്ന് കണ്ട ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ ഇൻഡോറിലേക്ക് മാറ്റുകയും ക്രൂരമായി പീഡിപ്പിക്കുകയും ചെയ്തു. ഡിസംബർ 21 വിചാരണ തുടങ്ങി. തൻ്റെ കൂടെയുള്ളവരെ കൺമുമ്പിൽ തൂക്കിലേറ്റുന്നത് കണ്ടിട്ടും അദ്ദേഹം ബ്രിട്ടീഷുകാർക്ക് മുൻപിൽ തലകുനിച്ചില്ല. 1858 ഡിസംബർ 10 ഇൻഡോറിലെ MPH കോമ്പൗണ്ടിൽ വെച്ച് ബ്രിട്ടീഷുകാർ മഹാറാണ ബക്താവർ സിംഗിനെ തൂക്കിലേറ്റി. ആദ്യ ശ്രമത്തിൽ കഴുമരത്തിലെ കയർ പൊട്ടിപ്പോയി. ബ്രിട്ടീഷ് നിയമപ്രകാരം അങ്ങനെയുണ്ടായാൽ ശിക്ഷ നടപ്പാക്കുന്നത് നിർത്തണം. എന്നാൽ ഭയം ആ നിയമത്തേക്കാൾ വലുതായിരുന്നു. നിയമം കാറ്റിൽ പറത്തി അവർ അദ്ദേഹത്തെ രണ്ടാമതും തൂക്കിലേറ്റി. ഒരിക്കൽ കാണിച്ച ധീരത ചരിത്രത്തിൽ നിന്ന് ഒരിക്കലും മായ്ച്ചു കളയാനാവില്ലെന്ന് മഹാറാണ ബക്താവർ സിംഗിന്റെ ജീവിതം തെളിയിക്കുന്നു.